നൗ ലുക്ക്, നമ്മൾ കോടീശ്വരന്മാരാകാൻ പോന്നു. ഐ പ്രസന്റ് യു. അല്ലെങ്കിൽ വേണ്ട, സീ ഫോർ യുവർ സെൽഫ്. തോർക്കടാ. ഒരു ദിവസം കൊണ്ട് നമ്മൾ അങ്ങനെ അച്ചാറിട്ടു. ഇത് പിറ്റേ ദിവസമാണ്. അങ്ങനെ നമ്മുടെ അച്ചാർ മൊത്തം റെഡി ആയിരിക്കുകയാണ്. ഈ അച്ചാർ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് മാത്രമുള്ളതാണ് വേണ്ടിയാണ് എണ്ണ അത്രയും വെച്ചാൽ. ഇത് ഫുൾ പീസാട്ടോ, കഷ്ണം മാത്രമേ ഉള്ളൂ, ഗ്രേവി വളരെ കുറവാണ്. ഇനി വേറെ സംഭവം, ഇതേപോലെ സംഭവം പാക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. കാരണം എങ്ങോട്ട് പോയാലും നിങ്ങൾ എവിടെ കൊണ്ടായാലും ഈ സാധനം ലീക്ക് ആവില്ല, നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നോടം വരെ. ഇനി അത് മുട്ടയും ഉണ്ടോ? പിന്നെ അതേപോലെ നീ വില പറഞ്ഞില്ല, വിലയാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ കാണുന്ന അച്ചാറിന് 600 രൂപയാണ് ഈ കാണുന്ന അച്ചാറിൻ്റെ വില. അതുപോലെ തന്നെ ഈ കാണുന്ന അച്ചാറിന് 1200 രൂപയാണ് ഈ കാണുന്ന അച്ചാറിൻ്റെ വില. അതിച്ചിരി കൂടുതലല്ലേ? മാങ്ങാത്തൊലി. ഈ അച്ചാർ വാങ്ങുമ്പോൾ 1200 രൂപയുടെ അച്ചാർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരൂല. ഈ കാണുന്ന നാരങ്ങ അച്ചാർ ഫ്രീ. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കൈയിട്ട് ഇളക്കുമ്പോൾ വിഷയം എന്താ, ചില ആൾക്കാർക്ക് നമ്മൾ കൈ കഴിഞ്ഞാൽ എത്രയാണ് ഇഷ്ടപ്പെടുന്നത്. ഫ്ലാഷ് ബാക്ക്. നമ്മളങ്ങനെ കുറേ നേരം റെസ്റ്റ് ചെയ്ത് ഡ്രൈ ആയ ചിക്കനാണ് ഈ ചിക്കൻ. അതായത് ഇതിനകത്ത് വെള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇത് വളരെ പാടുപെടും. അപ്പം ഇത് ഏകദേശം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതിന് നേരെ നമ്മൾ ഈ ഒരു ചെമ്പിലേക്ക് ഇടാൻ വേണ്ടി പോകണം. എന്നിട്ടാണ് ഇനി നമ്മൾ മസാല കൂട്ടുന്നത് കേട്ടോ. അതായത് ഇത് മസാല കൂട്ടിയാൽ മാത്രമേ ഈ സാധനം ഇനി നമുക്ക് വറുത്തെടുക്കാൻ പറ്റൂ. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അതായത് ഇത് നമ്മൾ മേടിച്ച് പൊടിച്ച മുളക് പൊടിയാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് തൊട്ടിപ്പുറത്തോട്ട് വരാൻ നേരത്ത് ഇത് കായമാണ്. പിന്നെ അതേപോലെ തന്നെ വറുത്ത് പൊടിച്ച ഉലുവയാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന മുളക് പൊടിയാണ് ഈ കാണുന്നത്. നേരത്തെ കണ്ട സെയിം സംഭവം. ഇത് നമ്മുടെ അച്ചാറിന് വേണ്ടിയുള്ള ചില്ലി ഫ്ലെക്സ് ആണ്. ഇതാണ് വെളുത്തുള്ളി. ഞങ്ങളെല്ലാവരും ട്രൗസർ കയറിയ പരിപാടിയാണ്. ഇനി തൊട്ടിപ്പുറത്തോട്ട് വരാൻ നേരത്ത് ഇത് പൊടിയുപ്പ്. പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി, ഇതാണ് ഗ്രീൻ ചില്ലി. ഇനി അതേപോലെ തന്നെ കടുക്, അതേപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞള്, ഇഞ്ചി, നല്ല ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. ഈ കാണുന്ന മഞ്ഞള്. മഞ്ഞപ്പൊടിക്കകത്ത് പട്ടിയുടെ കാല് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കമന്റ് ബോക്സിനകത്ത് അങ്ങോട്ട് പരിപാടികൾ തുടങ്ങിയിട്ടുള്ളത്. ബീഗുനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെയാണ് അപ്പൻ ഇവിടെ കൊടുത്തേക്കുന്നതാണ്. ഇവന് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തിന്നത്തില്ല, ഇവന് വാരി കൊടുക്കണം കേട്ടോ. കൂടുതൽ കഷ്ണങ്ങളോട് കൂടുതൽ ഗുണനിലവാരം കൂടി ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതും ഹൈ ക്വാളിറ്റി സാധനം ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇത് നിർമ്മിച്ചത്. അതെ ഗൈസ്, നോക്കൂ. ഇറ്റ്സ് ഓക്കെ മാഡം, തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ.